ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് സംസ്കാര ചടങ്ങുകൾ. നാളെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനമുണ്ടാകും. സരുൺ എ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സരുൺ, ഈ സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ തീരുമാനിക്കുന്നതിനായി കർദിനാൾമാരുടെ യോഗം ചേരുന്നുണ്ടായിരുന്നു. ആ യോഗശേഷമാണോ ഔദ്യോഗിക വിവരങ്ങൾ ഇപ്പോൾ വരുന്നത്? വിജയകുമാർ, അല്പസമയം മുമ്പാണ് മാർപ്പാപ്പയുടെ സംസ്കാര തീയതിയും അതുപോലെ തന്നെ പൊതുദർശന ക്രമീകരണവും ചർച്ച ചെയ്യാൻ കർദിനാൾമാർ യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ ശനിയാഴ്ച മാർപ്പാപ്പയുടെ സംസ്കാരം എന്ന കാര്യം വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. റോമിലെ വത്തിക്കാനിലെ പ്രാദേശിക സമയം രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വത്തിക്കാന് പുറത്തുള്ള റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്ക പള്ളിയിലെ ശവകുടീരത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. തൻ്റെ മുൻഗാമികൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ശവകുടീരത്തിലായിരുന്നു അവർക്ക് നിദ്ര ഒരുക്കിയത്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ് സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. നാളെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി കൊണ്ടുവരും. മുൻഗാമികളെ പോലെ ഉയർന്ന പീഠത്തിൽ പൊതുദർശനം എന്ന രീതി മാറ്റണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നിർദ്ദേശം നൽകിയിരുന്നു. സാധാരണ ഒറ്റമര പെട്ടിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹം 12 വർഷക്കാലം ജീവിച്ച സാന്താ മാർത്ത അതിഥി മന്ദിരത്തിലെ ചാപ്പലിലാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഉള്ളത്. ശനിയാഴ്ച സംസ്കാരം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വത്തിക്കാനിൽ കർദിനാൾമാരുടെ സംഘം തീരുമാനമെടുത്തിരിക്കുന്നത്. വിജയകുമാർ. സരുൺ, അതിനിടയിൽ മാർപ്പാപ്പയുടെ മരണത്തിൽ ചൈന അനുശോചനം അറിയിച്ചു. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച ലോക നേതാക്കളൊക്കെ അതിൽ അനുശോചിച്ച് രാജ്യങ്ങളൊക്കെ ദുഃഖാചരണമൊക്കെ പ്രഖ്യാപിച്ചതുണ്ട്. 24 മണിക്കൂറിന് ശേഷമാണ് ചൈനയുടെ ഒരു പ്രതികരണം അതിലുണ്ടാകുന്നത്, അല്ലേ? വിജയകുമാർ, സാധാരണഗതിയിൽ ചൈനയും വത്തിക്കാനും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിരുന്നില്ല. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരമേറ്റതിനു ശേഷം ചൈനയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. മെത്രാൻ നിയമനത്തിലടക്കം ഇരു രാജ്യങ്ങളും ഒരു ധാരണയിലെത്തിയിരുന്നു. ഈ ബന്ധം മുമ്പത്തേക്കാൾ ഊഷ്മളമായി തുടരുകയായിരുന്നു. ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിന് 24 മണിക്കൂറിന് ശേഷമാണ് ചൈന അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ, ലോകരാഷ്ട്ര തലവന്മാരൊക്കെ തന്നെയും സംസ്കാര ചടങ്ങിനായി വത്തിക്കാനിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ചൈനയും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അനുശോചനം അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ് സരുൺ, ഈ സംസ്കാര ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ അത് കുറേ കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിരുന്നു. അത് ഒട്ടുമിക്കതും ഇപ്പോൾ വത്തിക്കാൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് ആർഭാടങ്ങൾ പാടില്ല, അലങ്കാരങ്ങൾ പാടില്ല, അതൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് മാത്രം എഴുതി വെക്കുക എന്നത്, അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ എഴുതി വെക്കൽ മാത്രം മതി എന്ന് പറയുന്നപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്? വിജയകുമാർ, മാർപ്പാപ്പയാകുന്നതിന് മുമ്പും അതിനുശേഷവും ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥിരമായി എത്താറുള്ള പള്ളിയാണ് സെന്റ് മേരി മേജർ ബസിലിക്ക. അദ്ദേഹത്തിന് ദൈവമാതാവ് അല്ലെങ്കിൽ സെന്റ് മേരിയോട് അതിയായ ആരാധന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്ഥിരമായി ഈ പള്ളിയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ തൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇക്കാര്യം തൻ്റെ മരണപത്രത്തിലും മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്കാര ശുശ്രൂഷകൾ ഏറെ ലളിതമായിരിക്കണമെന്ന നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൃതദേഹ പൊതുദർശനം, അത് ഉയർന്ന പീഠത്തിൽ പൊതുദർശനത്തിന് തൻ്റെ ഭൗതിക ശരീരം വെക്കരുത് എന്ന നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സാധാരണ മാർപ്പാപ്പമാർക്ക് 3 ലെയറുള്ള ഒരു പെട്ടിയിലാണ് അവരുടെ ഭൗതിക ശരീരം വെക്കുന്നത്. പക്ഷേ തൻ്റെ ഭൗതിക ശരീരം ഒരു ഒറ്റമര പെട്ടിയിലായിരിക്കണം, ഏറെ ലളിതമായിരിക്കണം ആ പെട്ടി എന്ന നിർദ്ദേശം മാർപ്പാപ്പ നൽകിയിരുന്നു. മറ്റൊരു കാര്യം, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ശവകുടീരത്തിൽ അത് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്ന നിർദ്ദേശവും മാർപ്പാപ്പ നൽകിയിരുന്നു. സെന്റ് മേരി മേജർ ബസിലിക്കയിൽ തൻ്റെ സംസ്കാര ചടങ്ങിനുള്ള പണവും മാർപ്പാപ്പ മുൻകൂട്ടി നൽകിയിരുന്നു. ഇതൊരു അഭ്യുദയകാംക്ഷിയാണ് ഇതിനുള്ള പണം നൽകിയത്. അത് മാർപ്പാപ്പ ഈ പണം ഈ ബസിലിക്കയുടെ അധികാരികളെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. യെസ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും. ഇന്ത്യൻ സമയം 1:30-ക്കാണ് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പൊതുദർശനമുണ്ടാകും. കർദിനാൾമാരുടെ യോഗത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് റോമിൽ നിന്ന് വരുന്നത്. സരുൺ എ ജോസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.